ലോകത്ത് പല രാജ്യങ്ങളിലും മദ്യം നിരോധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളിലും മദ്യം നിരോധിച്ചിട്ടുണ്ട്. വിജയിച്ചിട്ടില്ല. നിരോധിച്ച എല്ലാ സ്ഥലങ്ങളിലും അത് പരാജയമായിരുന്നു. അനധികൃത കച്ചവടങ്ങൾ ഇതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊരു കാര്യമാണ്. അത് ഈ അന്ധമായിട്ട് എതിർക്കുന്നതിനോട് നമുക്ക് സപ്പോർട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പൊ ഇതിനെ ഇതേപോലെയുള്ള ഫിലിപ്പോസ് സാറിനെ പോലെയുള്ള അപൂർവ ആളുകളെ ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് നല്ലത്. കോമൺ പ്ലാറ്റ്ഫോമിൽ അവരെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് പക്ഷേ അതിനെ ജനറലൈസ് ചെയ്യുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. ഈ രണ്ട് കാര്യങ്ങളും അന്ധമായിട്ട് എതിർക്കാനും പാടില്ല. ഇതുപോലെയുള്ള ആളുകളെ ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോ കണ്ടിരിക്കുന്ന ആളുകൾ ഇതുപോലത്തെ ആളുകളല്ലല്ലോ. അപ്പൊ അതിനൊരു പ്രചോദനമാകരുത്. വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കുന്ന പോലെ ആകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കലാകാരനാണെന്ന് പറഞ്ഞില്ലേ, കലാകാരന്മാർക്ക് ഉത്തേജനം കിട്ടാനായിട്ട് അത് ഈ ഒളിമ്പിക്സിൽ പോലും ഉത്തേജക മരുന്ന് കഴിക്കുന്നില്ല. നല്ല പെർഫോമൻസ് അന്ധമായി എതിർക്കുകയല്ല ഞങ്ങള്. മദ്യത്തെ അന്ധമായി എതിർക്കുകയല്ല. മദ്യം കൊണ്ട് ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ കുടുംബത്തിനോ ഒരു ഗുണവുമില്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. നിരോധിക്കണമെന്നല്ല പറഞ്ഞു. ഫിലിപ്പോസ് ചേട്ടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് വിഷമം തോന്നുന്നുണ്ട്. ഏറ്റവും വലിയ വില്ലനാണ് നമ്മുടെ മയക്കുമരുന്ന്. ഈ ലഹരി എന്ന് പറഞ്ഞ എല്ലാവരും മദ്യത്തിന്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. കാരണം നമ്മുടെ ഒരാളുടെ മെന്റലി സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും. ഒരാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചോട്ടെ ഒരാളുടെ മെന്റലി സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും ഒരാൾ മദ്യം കഴിച്ചാൽ. മദ്യവും മയക്കുമരുന്ന് രണ്ട് ത്രാസിൽ തൂക്കേണ്ട കാര്യമല്ല. ഞാൻ നന്നായി മദ്യപിക്കുന്ന ഒരാളുടെ അടുത്താണ് ഇരിക്കുന്നത്. അയാൾ ആ മദ്യപാനം വെച്ച് നിങ്ങൾ ഒരാളെ വെച്ചിട്ട് നിങ്ങളെ ലോകം മുഴുവൻ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. എനിക്കറിയാവുന്ന വ്യക്തി. നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ച ആളുണ്ട്. സാറിനോട് ഞാൻ പറയുകയാണ്, മദ്യപാനികൾ എല്ലാവരും മറ്റേ പെണ്ണുപിടിയന്മാരും അല്ലെങ്കിൽ ഒരാളെ മറ്റേ എന്താ പറയാ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതോ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നവരോ ഒന്നും അല്ല. മദ്യപാനികളിൽ നല്ലവരുമുണ്ട്, മോശപ്പെട്ടവരുണ്ട്. മദ്യപാനികളിൽ നല്ലവരും മോശപ്പെട്ടവരുണ്ട്. എനിക്ക് ഉദാഹരണം അറിയാവുന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് എങ്ങനെയാണ് അയാളുടെ മെന്റൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും. ഞാൻ എന്റെ ഭാഗത്ത് എനിക്കറിയാവുന്ന വ്യക്തി എന്റെ ഭാഗത്തിരിക്കുന്ന ഒരാളെ ഞാൻ പറയാണ്. പുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും ഉണ്ടോ നന്നായതെന്ന് കുറെ നേരമായിട്ട് ഇവിടെ ചോദിക്കും. മദ്യപിച്ചതുകൊണ്ട് പുള്ളി എന്താ പറയാ റേപ്പിസ്റ്റ് അല്ല. പുള്ളി എന്താ പറയാ ഭാര്യ തെല്ലുന്നില്ല. പ്രേരിപ്പിച്ച സംഭവം ഞാനാണ് കൂടെ നടക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ഈ കള്ളൂടിയന്മാരെല്ലാവരും കൂടെ അടിച്ച് താഴ്ത്തുമ്പോ പിന്നെ ചെറുപ്പത്തില് വെള്ളമടിച്ച സാറ് പറയുന്നുണ്ട്, ഈ സാറ് പറയുന്നുണ്ട്, അതെല്ലാം മെന്റൽ സ്റ്റെബിലിറ്റിയാണ്. ഒരാളെ മദ്യപാനി ആക്കുന്നത് അയാള് തന്നെയാണ്. മദ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, മദ്യം അതിന് ദുരുപയോഗം. നിങ്ങൾ ഒരാള് ഇപ്പൊ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു, മദ്യപാനിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ ആളുകൾ അങ്ങനെയാണ് എന്ന് നമ്മൾ കരുതരുത്. ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്റെ ഒരു അനുഭവത്തിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ, ഡോക്ടർ സാർ നേരത്തെ പറഞ്ഞ പോലെ, അതായത് മദ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഗേറ്റ് വേ ഡ്രഗ് ആണ്. ആ ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം പെടും, മദ്യം അതിനകത്ത് തന്നെ പെടും. ഇവര് വളരെ സേഫ് ആയിട്ട് മദ്യം വേറെ ഡ്രഗ് വേറെ എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. ഇത് പറയുന്നത് മാഡം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. മാഡം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്നിട്ട് നിങ്ങൾ മറുപടി പറയൂ. മാഡം ഞാൻ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് നമ്മള് കള്ളുകുടിക്കുന്ന എല്ലാവരും പ്രശ്നക്കാരൊന്നുമല്ല. കള്ളുകുടിക്കുന്ന എല്ലാവരും പ്രശ്നക്കാരല്ല. ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് മാഡം പ്ലീസ്. ലോകത്ത് കള്ളുകുടിക്കുന്ന ആളുകൾ ആരും പ്രശ്നക്കാരല്ല. 100% ആളുകളാണ്. അല്ല ഈ ഇടയ്ക്ക് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ
ഈ ഇടയ്ക്ക് തന്നെ പോലീസുകാർ മറ്റേ കാറിലിരുന്ന് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് വെള്ളം അടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ സർക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സർക്കാർ വിൽക്കുന്ന സർക്കാർ അത് അവന്റെ മെന്റൽ, അവന് ഡ്രഗ് അഡിക്റ്റും കൂടെ ആയിരിക്കാം, എനിക്കറിയില്ല. ചിലപ്പോൾ മദ്യപാനം മാത്രമാണ് ഇങ്ങനെ ആക്കുന്നത്. ഈ മദ്യപാനം കഴിച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ആർക്കും അത് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇനി കുറച്ചു നേരം പ്രാർത്ഥനയോടെ ഇരിക്കാമോ? മറുപടി സാർ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ പോയിന്റ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് നമ്മൾ കള്ളു കുടിക്കുന്ന എല്ലാ ആളുകൾക്കും ഒന്നും എതിരല്ല. അങ്ങനെ പല ആളുകൾക്കും പല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ 20% ആളുകൾ ഇതിനകത്ത് പെടും, അഡിക്റ്റ് ആയി മാറും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർ പിന്നീട് അവർ ഈ ക്രോണിക് ആൽക്കഹോളിക് എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ അവർ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പെഗ് അടിച്ചാൽ ഒരു പഴയ അവസ്ഥയിലേക്ക് പോകും. ഇത് വളരെ ക്രിട്ടിക്കലാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഈ മദ്യപാനത്തിന് നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണരുത്, വളരെ പ്രശ്നപ്പെട്ട സംഗതിയാണ്. എൻ്റെ പിതാവ് 58-ാമത്തെ വയസ്സിൽ എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കിടന്ന് മരിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാനിത് എൻ്റെ കയ്യിൻ്റെ അകലത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. വളരെ പെയിൻഫുള്ളാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ സ്വന്തം അച്ഛനോ നിങ്ങളുടെ സ്വന്തം മകനോ മകളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. സാറ് വളരെ എക്സെപ്ഷണലാണ്, സാറ് വളരെ ആരോഗ്യമുള്ള ഒരാളാണ്. സാറിന്റെ പോലെ അല്ല മറ്റുള്ള ആളുകൾ. ഇത് പറ്റണമെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുള്ള പ്രായം കുറഞ്ഞ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് സാമ്പത്തികമായിട്ട് താഴെ ശ്രേണിയുള്ളവരാണ് ഇതിൽ ശരിക്കും അഡിക്റ്റ് ആയിപ്പെടുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു വാക്ക് കേട്ട് അങ്ങനെയുള്ള ഒരാൾ ഇന്ന് കുടിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അയാളുടെ ജനറ്റിക്സോ പല കാരണങ്ങളും, വീട്ടിലെ പ്രശ്നങ്ങളാവാം, മറ്റു പല കാരണങ്ങളാവാം, ഇയാൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഇയാൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. സാറിന്റെ പോലെയല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കുപ്പി മേടിച്ചാൽ അയാൾക്ക് വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല, അയാളുടെ ലോൺ അടയ്ക്കാണ്ട് വരുന്നു. പിന്നെ ഇതൊരു പാറ്റേൺ ആയി കഴിയുമ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു ടിപ്പിക്കൽ കള്ളുടിയനായിട്ട് നാട്ടുകാരും വീട്ടുകാരും അംഗീകരിക്കും. പ്രാർത്ഥനയ്ക്കിട്ടൊരു മറുപടി വേണ്ടേ? നമ്മുടെ ഈ കലാരംഗത്ത്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തൊക്കെ നമ്മളൊക്കെ തിരിച്ചറിയുന്ന പറയട്ടെ എത്ര കലാകാരന്മാര് മദ്യപിച്ച് അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി അടക്കം എത്ര ആളുകൾ മദ്യത്തിന് അഡിക്റ്റ് ആയതുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളത് പ്രൊമോട്ട് ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെ പ്രൊമോട്ട് ചെയ്യരുത്. അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിപത്താണ്. പ്രാർത്ഥന തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.